ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഞങ്ങൾ ഹംപിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിനോട് ഗുഡ് ബൈ പറഞ്ഞ് സമയം 6 മണി. ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റു, എന്നിട്ട് 6 മണിക്കുള്ളിൽ ഇറങ്ങാൻ തന്നെ. അപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെട്ടികൾ, ഇതിപ്പോൾ ഒരു പെട്ടിയുള്ളൂ, 2 വലിയ പെട്ടിയാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങളുടെ പെട്ടികൾ ഇവിടേക്ക് എത്തിക്കുകയും കുറച്ച് പാടുപെട്ടു. കാരണം ഞങ്ങളുടെ കോട്ടേജ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കുറച്ച് ഇങ്ങനെ അകത്തേക്ക് കയറിയിട്ട് അധികമില്ല എന്നാലും. അപ്പോൾ ആ പെട്ടി കൊണ്ട് ഉരുട്ടി ഇന്നലെ രാത്രി തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുറച്ച് പാക്കിങ് ലാസ്റ്റ് മിനിറ്റ് ഒതുക്കൽ ബാക്കിയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ 5:15 എഴുന്നേറ്റ്. 5:15 കഴിഞ്ഞപ്പോഴേക്കും ഒടുക്കത്തെ മഴ. ഞാൻ വിചാരിച്ചു ദൈവമേ പെട്ടു ഈ ചെളിക്കൂടെ. കാരണം കുഞ്ഞു നമ്മുടെ പെട്ടി മാത്രം അല്ലാതെ നമ്മുടെ ചെരുപ്പുകൾ അങ്ങനെ കുറേ ബാഗും കവറുകളും കയ്യിലുണ്ടാവില്ല എക്സ്ട്രാ. അപ്പോൾ ഈ ദൂരത്തേക്കൊണ്ടുവരുന്ന മഴയത്ത് കാലമ്പാവും, ഒരു കുടയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആ സ്റ്റാഫൊന്നും ആരും എഴുന്നേറ്റിട്ടില്ല. വളരെ നിശബ്ദതയാണ്. ഇപ്പോൾ സെക്യൂരിറ്റി ചേട്ടനെയും കാണാനില്ല. ഇവരൊരു 6:30 ആകുമ്പോൾ പതുക്കെ എണീറ്റ് തുടങ്ങും. എന്നിട്ട് 7 മണിയൊക്കെ ആകുമ്പോഴേ സ്റ്റാഫ് കിച്ചണിലേക്ക് എത്തുള്ളൂ. 7:30 ആകുമ്പോൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പിന്നെ ഒരു 8 കഴിഞ്ഞിട്ടൊക്കെ സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് വെള്ളം എടുക്കണമെന്നുണ്ട്. വെള്ളത്തിൻ്റെ ക്യാൻ ഇവർ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് റീഫിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ചൂടുവെള്ളം എടുത്ത് വെച്ചിരുന്നു ഫ്ലാസ്കിൽ. അപ്പോൾ ആ പരിപാടികളൊക്കെയായി. ഇനി ഒരു പെട്ടിയും കൂടി എടുക്കാൻ പോയേക്കാണ് മനു. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഓൺ ദ വേ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെ നിർത്താമെന്നറിയില്ല. അപ്പോൾ ഇനി അടുത്തത് അപ്പോൾ കാണാം. നമ്മൾ തെലങ്കാന സ്റ്റേറ്റ് കയറി. സമയം ഇപ്പോൾ 12:30 ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഈ വഴിക്കൊന്നും ഒരു ഒറ്റ കട പോലും ഇല്ല എൻ്റെ അമ്മ. അതും കുറേ ദൂരം ഫുൾ വില്ലേജ് റോഡായിരുന്നു. 2 സൈഡിൽ ഫുൾ പാടങ്ങൾ മാത്രം. ഒരു കുഞ്ഞ് ചായക്കട പോലും ഇല്ലായിരുന്നു കുറേ നേരം. പിന്നെ കഴിഞ്ഞിട്ട് കുഞ്ഞ് ചായക്കട കണ്ടു. പക്ഷേ നമുക്ക് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള അങ്ങനത്തെ വലിയ കടയൊന്നും ഉണ്ടായിരുന്നില്ല. പോയി അവസാനം ഇനി ഹൈദരാബാദ് സിറ്റിയിലേക്ക് എത്താൻ 2 മണിക്കൂറും കൂടി ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, വിശന്നിട്ട് തീരെ വയ്യ. അപ്പോൾ ഭാഗ്യത്തിന് ഇപ്പോൾ സിരി എന്ന് പറഞ്ഞിട്ട് പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് ഒരു ഹോട്ടൽ കണ്ടു. അപ്പോൾ അവിടെ പോയി നോക്കട്ടെ ലഞ്ച് ഉണ്ടോ എന്നുള്ളത്. വീണ്ടും ചേഞ്ച് ഓഫ് പ്ലാൻസ്. ഞാൻ നേരത്തെ കാണിച്ച സ്ഥലമില്ല, അവിടെ ഞങ്ങൾ നിന്നില്ല. കാരണം അതൊരു ചെറിയ സ്ഥലമായിരുന്നു. പിന്നെ അവിടെ വേറെ ആരുമില്ല, ഒരൊറ്റ മനുഷ്യരില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എന്തോ അത്ര സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പോയി. പിന്നെ ഇപ്പോൾ നമ്മൾ ഹൈദരാബാദിൻ്റെ അകത്തേക്ക് എത്തി, ഒരു സിറ്റിയുടെ അകത്തെത്തി. പ്രോപ്പർ ഹൈദരാബാദിലെത്തിയില്ല, 1 hour കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹൈദരാബാദി കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ കണ്ടു. അപ്പം അവിടെ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ആഗ്രഹം താലി കഴിക്കാനായിരുന്നു, ഹൈദരാബാദ് താലി. പക്ഷേ ഇവിടെ താലിയില്ല, ഇവിടെ മന്തി ബിരിയാണിക്ക്. അപ്പോൾ പിന്നെ നമുക്ക് ഹൈദരാബാദിലെത്തിയിട്ട് ഒത്തൻറ്റിക് ഹൈദരാബാദി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശ്വാസമായിരുന്നു, വെള്ളം വരുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടോ ഹൈദരാബാദ് ബിരിയാണി അവിടെ നിന്ന് കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലെയും ഇവിടത്തെയും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് കഴിച്ചിട്ട് നോക്കിയിട്ട് പറയാം. കഴിക്കാൻ കുറച്ചുകൂടി റൈസ്. ഞാൻ വാട്ടർമെലൺ ജ്യൂസ് പറഞ്ഞേ നോക്കി. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. കുടയൊക്കെ വെച്ചിട്ട് കാണാൻ ഭയങ്കര ലുക്ക്. അവരതൊരു മോക്ടെയിലാക്കി. അടിപൊളി ചേട്ടാ. സിറപ്പാണോ? നമ്മളിപ്പോൾ ഹൈദരാബാദ് സിറ്റിയിലെത്തി. ഇത് നെഹ്റു ഔട്ടർ റിംഗ് ആണ് കേട്ടോ. ഇതിപ്പോൾ കറൻ്റ്ലി എനിക്കൊന്ന് 5 ലെയിനിലാണ് പോകുന്നത്. ഇപ്പോൾ 4 ലെയിനായി. എക്സിറ്റിൻ്റെ സ്ഥലത്തുമ്പോൾ 5 ലെയിൻ അല്ലെങ്കിൽ 4 ലെയിൻ. പക്ഷേ അടിപൊളി റോഡാണ്. നല്ല മഴയായിരുന്നു. സമയം 3 മണിയായി. മഴ എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ മഴ, കോരിച്ചൊരിഞ്ഞ മഴ. ഫുൾ മൂടിക്കെട്ടി. ഹംപിയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടതിന് ശേഷം ഫുൾ മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര മഴയായി. ഇപ്പോൾ മഴ മാറിയൊന്ന്, ഇപ്പോഴും മഴയുണ്ട്, പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ നാളെയാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. നാളെയാണ് ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്, നാളെയും മറ്റന്നാളും. സോ അപ്പോഴേക്കും മഴ മാറി വെയിലായാൽ മതിയായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോണതിന് മുന്നേ കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ ടൈം നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മോളിൽ പോകാം, അവിടെ പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം, ഇവിടുത്തെ ഹൈടെക് സിറ്റിയിലെ മോളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു.
അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകുന്നത്, നമ്മൾ കുറച്ച് ആൾക്കാരെ പിക്ക് ചെയ്യാൻ പോവും. ഇനി ട്രിപ്പിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടാവും. അപ്പോൾ അതാരാന്ന് അവരെ പിക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. റഷാണ്. ഇത് കറക്റ്റ് ഓഫീസ് വിടുന്ന ടൈമായിട്ട് തുടങ്ങി, 3:30 അപ്പോൾ ഓഫീസുകളൊക്കെ വിടുന്നതിൻ്റെ ടൈം ആയതുകൊണ്ടായിരിക്കും നല്ല റഷുണ്ട് ഇപ്പോൾ. പിന്നെ ഞങ്ങൾ ഒരു മോളിലെത്തി. ഇത് ശരത് ക്യാപിറ്റൽ എന്നാൽ സിറ്റി അല്ല, ശരത് ക്യാപിറ്റൽ സെൻട്രൽ മോളാണ്. നല്ല മോളാണ് കേട്ടോ. കുറേ കാശ്മീർ എംപോറിയം. ഫുള്ള് നടന്ന് എന്തായാലും കാണുന്നില്ല, കാരണം അത്രയ്ക്കുള്ള ടൈമില്ല. നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് ചുറ്റി കാണാൻ, ഇവിടുത്തെ ഒരു വൈബൊക്കെ അറിയാൻ വേണ്ടി വന്നതേ ഉള്ളൂ. പക്ഷേ ഈ മോൾ കൊള്ളാം, കുറേ ഉണ്ട് ഫ്ലോസും. അപ്പം ഞങ്ങളുടെ സർവീസ് അപ്പാർട്ട്മെൻറ്റിൽ ചെറുപ്പുണ്ടായില്ല, ഇതൊരു 2 BHK ആണ്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇത്. നല്ല സ്പേഷ്യസ്, ഇത്രയും നല്ല സ്പേഷ്യസ് കിച്ചൺ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് മെയിൻ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഉണ്ടാവണം എന്നൊരു റിക്വയർമെൻറ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. റൂം 1 ലൈറ്റ് കൊള്ളാം. നല്ല ഇവിടെ എന്താ കൈൻഡ്ലി കീപ് ഡോർസ് ക്ലോസ്ഡ്. ഓ അടിപൊളി. ഇവിടെ ഒരു ബാൽക്കണി കൂടി ഉണ്ട്. അയ്യോ തുറക്കാൻ പറ്റില്ല, പിന്നെ തുറക്കാം. ഇവിടെ നമുക്ക് തുണി ഉണക്കിടാനുള്ള സ്ഥലം, നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പാർട്ട്മെൻറ്റാണിത്. ഈ ഏരിയ ഭയങ്കര അടിപൊളിയാണ്. ഇനി ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാൽക്കണി മഴയുണ്ട് ഇപ്പം ചെറുതായിട്ട്. ഇനി ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോകുന്നത് അപ്പനും അമ്മയും ഈത്തനും വന്നിട്ടുണ്ട്. സോ അവർ ഞങ്ങളുടെ ട്രിപ്പിന് ഇന്നോട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ അവർ ഹൈദരാബാദ്, അവർ എയർപോർട്ടിൽ ഇപ്പോൾ അവർ 6:30 അവർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അതാണ് പ്ലാൻ. ഞങ്ങൾ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഹൈദരാബാദിലെ എയർപോർട്ടിലേക്ക് വന്നു. ഞങ്ങൾ റൂമിൽ ലഗേജൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. സോ ഇവിടെ അപ്പനും അമ്മയും ഈത്തനും അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വന്നതാണ്. ഇനി അവരെ കൊണ്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. ഞങ്ങളുടെ ഗസ്റ്റ് എത്തിക്കഴിഞ്ഞു, അവർ ലാൻഡ് ചെയ്തു. എന്താ അവിടെ നിൽക്കണേ? വാ. ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത്. വൈകുണ്ഠപുരം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റാണ്. ആന്ധ്ര ഒത്തൻറ്റിക് ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതെ, ഇവിടെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ഒരാളല്ല, ഞങ്ങൾ ഇപ്പോൾ 5 പേരായി ട്രിപ്പിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ, ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇതാണ് കേട്ടോ. ഇവിടുത്തെ ഏതാണ് ആന്ധ്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചിട്ട്, അപ്പം അങ്ങനെ ഞങ്ങൾക്ക് അവർ സജസ്റ്റ് ചെയ്തതാണ് സ്റ്റാർട്ടേഴ്സിനത് ഇറക്കം വിങ്സ്. നല്ല സ്പൈസി ആണ്. നമ്മൾ ഒരു റൈസ് പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ പേര് എന്തോ ബാഗ്ര റൈസ് എന്നാണ് പറഞ്ഞത്. കറക്റ്റ് പേര് ഓർമ്മയില്ല, ക്ഷമിക്കണം. ഈ സാധനം ഉണ്ടല്ലോ അടിപൊളി ഐറ്റമാണ്. നല്ല എരിവ്, പക്ഷെ സൂപ്പർ ടേസ്റ്റാണ്. നമ്മളൊരു കറി പറഞ്ഞു, ഇത് ഗുണ്ടൂർ കൊടി സംതിങ് പേര്, അതും മറന്നു. ഇതൊരു ചിക്കൻ കറിയാണ്. ഞങ്ങളുടെ എരിവ് മാറ്റാനായിട്ട് ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു അപ്സര ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു പാർലർ കേട്ടോ. അപ്പോൾ അവിടെ കയറാം. എന്തൊരു എരിവാന്ന് പറയുമോ എൻ്റെ അമ്മ, പക്ഷേ ഭയങ്കര ടേസ്റ്റും ഉണ്ട്. അതാണ് ഫുഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കുറച്ച് മധുരം കഴിക്കാൻ വന്നതാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ രാവിലെ റെഡിയായി. നമ്മളിപ്പോൾ പോകുന്നത് രാമോജി ഫിലിം സിറ്റിയിലേക്കാണ്. അപ്പോൾ ആദ്യം കുറച്ച് പ്ലാൻ ചേഞ്ച് ചെയ്തു. ഇന്ന് നമ്മൾ ഫുൾ ഡേ
രാമോജി ഫിലിം സിറ്റിയിലും നാളെ ചാർമിനാർ ഐക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. കാരണം നാളെ അവിടെ ക്ലോസ്ഡ് ആണ്, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ നല്ല പൂക്കാണ്, മഴ പെയ്തിരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റ്. ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളി. രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. പക്ഷെ ഇനിയും മഴ പെയ്യാണ്ടിരുന്നാൽ മതി, കാരണം ഇനിയും മഴ പെയ്താൽ ചളംകുളമാവും. ഇന്ന് ഫുൾ ഡേ രാമോജി. ഇപ്പോൾ സമയം 9 മണി ആവുന്നേ ഉള്ളൂ. മഴ പെയ്യാൻ പോകുന്നുണ്ട്, അതാണ്. ഈത്തൻ ഇവിടെ ഫുള്ളി റെഡി ആയിട്ട് നിൽക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് പഞ്ചക്കാട്ട് ദോശ. ബ്രേക്ക്ഫാസ്റ്റ് വന്ന് ഉപ്മാവാണ്. ഇവിടുത്തെ ഉപ്മാവ് മറ്റേ കുറുക്ക് പോലെ ഇരിക്കും, വെള്ളം ഒഴിച്ചിട്ട്. പെട്ടുപോലെ കഴിച്ചു. വെള്ളം നല്ല ചൂട്. അതിൻ്റെ കൂടെ അവർ ചട്നിയാണെന്ന് തോന്നുന്നു തന്നെ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? പൊള്ളി. നമ്മൾ പുറത്ത് വരുമ്പോൾ എല്ലാ ഫുഡും നമുക്ക് പറ്റില്ല. ഞങ്ങൾ ഭാഗ്യത്തിന് ഗീ റോസ്റ്റാണ് പറഞ്ഞു. അപ്പം അതിന് വേണ്ടി വെയിറ്റ്. സേഫായിട്ട് ഇഡ്ഡലി പറഞ്ഞു. മനു പൊടി ഇഡ്ഡലിയാണ് പറഞ്ഞേക്കണത്. ഞാനും ഈത്തനും ഗീ റോസ്റ്റാണ്. അപ്പം ഞങ്ങളുടെ ഗീ റോസ്റ്റ് ഇനി വരാൻ വേണ്ടി വെയിറ്റ്. ഇങ്ങനെ ഞങ്ങളുടെ ഗീ റോസ്റ്റ് വന്നു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാമോജി ഫിലിം സിറ്റിയിലെത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ വണ്ടികൾ കൂടാതെ ബസ്സുകൾ കുറേ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറേ ദൂരം വരണം. ടിക്കറ്റ് എടുക്കാൻ തന്നെ കുറേ ദൂരം വരേണ്ടി വന്നു. രാമോജി ഫിലിം സിറ്റിയിൽ ഓൾമോസ്റ്റ് ഒരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കുറേ ഉണ്ട് കാണിക്കാൻ. അപ്പോൾ ഞാനതൊരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് എന്തായാലും കാണണേ. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഐക്യയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര വരണം എന്ന് ആഗ്രഹമുള്ള, കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. എവിടെ കഴിക്കുക? ഓഫിൻ്റെ രസം കാണാനായിട്ട്. ഭയങ്കര ക്യൂട്ട് സാധനങ്ങളാണ് ഇവിടെ. വന്നാലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ തോന്നും. അത്ര അടിപൊളിയാണ്. ട്രോളി എടുക്കില്ല, ഒരു കുഞ്ഞ് ട്രോളി എടുക്കുന്ന. ഹായ്. ഓക്കെ, അത് വേണ്ടി വരും മിക്കവാറും. കവർ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാമല്ലോ. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം അത് കാരണം എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട്, നമ്മൾ ഉച്ചയ്ക്ക് വല്ല കഴിച്ച ഫുഡ്, അതും കുറച്ച് ഫുഡേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇപ്പം നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി ഫുൾ. ഇനി ഇവിടെയും കുറേ നടക്കാനുള്ളതല്ലേ. അമ്പോ അടിപൊളിയാണല്ലോ. സ്നാക്സ് തന്നെ ബുഫേ പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. ഇത് ബേബീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, ബേബീസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ടോയ്സും ടവലുകളും അങ്ങനത്തെയൊക്കെ. കുഞ്ഞ് ബാത്ത് ടബുകൾ, കമ്പോഡ്. ഇതൊരു കുട്ടികളുടെ ഒരു റൂം ഫുള്ളി സെറ്റ് ചെയ്തത്. എല്ലാം കബേർഡും സ്റ്റഡി ടേബിളും ഫുൾ പിള്ളേരുടെ റൂം സെറ്റ് ചെയ്തിട്ട്. ഇതൊരു സ്പേസ് തീംഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടാണ്. അടിപൊളി. കൊതിയാവാനൊക്കെ റൂമിൽ കിടക്കാൻ. ഇതൊരു മെയിൻലി ബോയ്സിനാണ്, മറ്റേത് ഗേൾസിനും, ഇത് ബോയ്സിനും. ഇതൊരു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ട്. ഇത് ഗേൾ, ലിറ്റിൽ പ്രിൻസസ്. ഇനി ഒരു ഫ്ലോറും കൊണ്ട് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ എല്ലാം കാണിച്ചില്ല, കാരണം കുറേ ഉണ്ട് നടന്ന് കാണിക്കാനായിട്ട്. കഞ്ചാവ് ബോറടിക്കും. ഈ ഫ്ലോറിലാണ് ആക്സസറീസിൻ്റെ ഫ്ലോർ. ഇവിടെ ഫുൾ കിച്ചൺ ക്രോക്കറി ഐറ്റംസ് ആണ്. ഇത് ഫേർണിച്ചർ സെൽഫ് സർവീസ് ഏരിയ ആണ് കേട്ടോ.
നമുക്ക് വേണ്ട ഫേർണിച്ചറുകൾ ഇങ്ങനെ പീസ് പാർട്സ് ആയിട്ട് നമുക്ക് തന്നെ ഇവിടെ നിന്ന് വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് പോയി അത് അസംബിൾ ചെയ്യാം. ഇതൊരു വലിയ ഏരിയ ആണ്, കുറേ ഉണ്ട്. ഷെൽഫ്സ്, മിറേഴ്സ്, ഡ്രോയേഴ്സ്, കബേർഡ്സ്, ബെഡ്, എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ട്. ടി വി സ്റ്റാൻഡ്, ഡൈനിങ് ടേബിൾ. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അത് ഇനിയിപ്പോൾ നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് പോവാം. കുറേയും കൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചേനെ. കാരണം അങ്ങനെ ഭയങ്കര നമ്മളെന്ത് ടെംപ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ കുറേയൊക്കെ. കുറേയല്ല, എല്ലാം ഭയങ്കര ക്യൂട്ട് ആൻഡ് എന്താ പറയുക, നല്ല ഭംഗിയിലല്ല അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ. പിന്നെ റേറ്റ് കുറേ സാധനങ്ങൾക്കൊക്കെ നല്ല റീസണബിളാണ്. ചിലതിനൊക്കെ അതിൻ്റേതായ ക്വാളിറ്റിയുടെ ഒരു എക്സ്പെൻസും ഉണ്ടാവും. പിന്നെ നമ്മൾ റേറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചില സാധനങ്ങൾ കുറച്ച് കോസ്റ്റ്ലി ആണെന്നും തോന്നും. മിക്സ്ഡ് ആയിട്ടാണ് എല്ലാം ആക്ച്വലി. ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ്. ഡിന്നർ കഴിച്ചിട്ടില്ല, സമയം 10 മണി ആവാറായി. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. നാളെ ഇനി നെക്സ്റ്റ് കുറേ പ്ലാനുകളുണ്ട്. നല്ല വലിയ ലിഫ്റ്റ്. ശരിയാ, കാറ് കയറ്റാറുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഇൻ ഹൈദരാബാദ്, ടെക്നിക്കലി 3rd ഡേ ഇൻ ഹൈദരാബാദ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നാണ് പ്രോപ്പർ ഹൈദരാബാദ്, ചാർമിനാർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കാണാൻ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഡേ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകും. ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുന്ന സ്ഥലം ആരംഭം എന്ന് പറഞ്ഞിട്ട്, സ്റ്റാർട്ട് വിത്ത് മില്ലറ്റ്സ്. ഇവിടെ എല്ലാം മില്ലറ്റിൻ്റെ ഇഡ്ഡലി, മില്ലറ്റിൻ്റെ ദോശ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല കൂൾ ക്ലൈമറ്റാണ്, നല്ല തണുത്ത കാറ്റും എല്ലാം. ഒരു നെല്ലൂർ ഗീ കരം ദോശയും അപ്പൻ മൈസൂർ മസാല ദോശ. ബേസിക്കലി നമ്മൾ പൊടി ദോശ എന്നൊക്കെ പറയില്ലേ, അതുപോലെ പൊടി വെച്ചിട്ടുണ്ട്. ഈ ചട്നി ഉണ്ടല്ലോ, ഈ ബ്രൗൺ കളർ, അത് ഒരു തരം മധുരം പുളിയൊക്കെ ചേർന്നൊരു ചട്നി. ഞാനൊരു പൊരി മസാല പറഞ്ഞു. ഓൾഡ് ഹൈദരാബാദിലാണ്. നമ്മൾ ചാർമിനാറിൻ്റെ അങ്ങോട്ട് വന്നേക്കാം. സമയം 10:45. പക്ഷേ ഇവിടെ ഒരൊറ്റ കടകളൊന്നും തുറന്നിട്ടില്ല. നമ്മൾ ഈ ചാർമിനാർ ബസാർ ഈ ഏരിയയിലൊക്കെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ വന്നാൽ, പക്ഷേ ഒരു കട പോലും തോന്നില്ല. ഒരു ഉറങ്ങിക്കിടക്കുന്ന നഗരം പോലെ ഉണ്ട്. എനിക്കൊന്നും ഇവിടെ പതുക്കെ ആയിരിക്കും സാധനം കടകളൊക്കെ തുറന്ന് വരുന്നത്. പക്ഷെ കുറേ കാറുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റ് കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടാവണം. എന്തായാലും ഒരു കണക്കിന് നല്ല തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ചാർമിനാറിന് അവിടെ പോയിട്ട് അവിടെ കാണിച്ചു തരാം. കട തുറന്നിട്ടുണ്ട്. ബാക്കി ഫുൾ സ്ട്രീറ്റ് അടച്ചടക്കാം. ഇത്രയും ലേറ്റായിട്ടാണ് തുറക്കാമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഈ വളകളുടെ ഒരു കട കണ്ടു, സന്തോഷം. നമ്മൾ ചാർമിനാറിൻ്റെ അവിടെ എത്തി. ഇവിടുത്തെ തിരക്കില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്, പക്ഷേ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫുൾ കടകളും, നിറച്ച് കടകളും സ്റ്റോളുകളും. അത് നല്ല വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അതും വളകളൊക്കെ പറയാൻ ഒരു രക്ഷയില്ല. ബാഗ് എല്ലാം ഇവിടേക്ക് നല്ല തിരക്കായി. സൂപ്പർ. ഇതാണ് എൻ്റെ മനസ്സിലെ ചാർമിനാർ. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. എൻട്രൻസിലേക്ക് 25 റുപ്പീസാണ് ടിക്കറ്റിന്. നല്ല സ്മെല്ലുണ്ട്. ആക്ച്വലി മൂത്രത്തിൻ്റെ മണമാണ്. ഞാൻ ആ മുകളിൽ എത്തിയിട്ട് ഇനി ബാക്കി വ്ളോഗ് ചെയ്യാൻ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, കുറച്ചധികം സ്റ്റെപ്പ് കയറാനുണ്ടായിരുന്നു. അയ്യോ,
ചെരിഞ്ഞ സ്റ്റെപ്പായത് കാരണം കയറാൻ കുറച്ച് പാടായിരുന്നു. അയ്യോ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വ്ളോഗ് ചെയ്യാം. നല്ല തിരക്കായിട്ടിപ്പോൾ അടിപൊളി സക്സസ്. അങ്ങനെ നമ്മൾ താഴ്ത്തിരിക്കുകയാണ് ഗൈസ്. അയ്യോ, ഈതൻ എങ്ങനെയുണ്ടായിരുന്നു സ്റ്റെപ്പ് കയറിയിട്ട്? ടയർഡായാ? ഇല്ല. അയ്യോ, അവർ കയറിയില്ല. അവർ ബുദ്ധിപരമായ തീരുമാനമെടുത്തു. ഞങ്ങളൊരു ഹൈദരാബാദ് വന്ന് ഞാൻ പേൾ നോക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു പേളിൻ്റെ ഇത് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് രജിസ്റ്റേർഡ് ഷോപ്പ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ കയറാം ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട്. ഞാൻ എന്താ ഈ 2 ചെയിൻ എടുത്തു. ഒന്ന് ഇതിന് 1500, ഇത് 2800. പിന്നൊരു സിൽവറിൽ പേൾ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ട്. 1500 ഉള്ളൂ. ഈ കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതും മഴയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ കാര്യം കുതാഹവ. പിന്നെ കാറ് വരെ എത്തണം, അതാണ് ഞാൻ അടുത്ത ടാസ്ക്. മാറുന്നത് നോക്കി നിന്നാൽ ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ചെറിയ ചാറ്റൽ എന്ന് പറയാൻ പറ്റില്ല, ചാറ്റലിനെക്കാട്ടിലും കുറച്ചുകൂടി ഉണ്ട്. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് കാറിൻ്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. പ്ലാനൊക്കെ കുറേ മാറി. ആക്ച്വലി ഇവിടെ തന്നെ ഒരു പാലസും വേറെ എന്തൊക്കെയോ സംഭവമുണ്ട്. പിന്നെ എനിക്ക് ഈ കടകളിലൊക്കെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മഴയത്ത് അതൊന്നും നടക്കില്ല. കാറിൻ്റെ അവിടെ എത്തട്ടെ എങ്ങനെയെങ്കിലും. മഴയൊക്കെ എടുത്തു. ഞങ്ങളൊരു കടയിൽ നിന്നു. ആ നിന്ന സമയത്ത് ഞാൻ കുറച്ച് വളകളൊക്കെ നോക്കി. പക്ഷേ അപ്പോഴേക്കും മഴ കൂടാൻ തുടങ്ങി. അപ്പം ഇനി നിന്നാൽ ഡേഞ്ചറാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തണം. അയ്യോ, ഇതിൻ്റെ പേരെന്താ? മൾബറി മലൈ. ഇതൊരു സ്ട്രോബെറി ഇതെന്തോ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മലയാണ് ഈ കടയുടെ സ്പെഷ്യൽ സംഭവം. അപ്പോൾ ഞങ്ങൾ വന്നേക്കുന്നതാണ് ചൗമഹല്ല പാലസ്. ഇവിടെ ഇപ്പോൾ കുറേ റിനോവേഷൻ വർക്ക്സ് നടക്കുന്നുണ്ട്. ഇവിടെ മറ്റേ ഈ ഡ്രസ്സിൽ എടുത്തിട്ട് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പാണ്. പ്രത്യേകിച്ച് ഈ പാലസിലൊന്നുമില്ല. ഒരു നീണ്ട കോറിഡോർ ഫുൾ വാതിലുകളും സൈഡിലേക്ക് വരും. പക്ഷെ അങ്ങോട്ടേക്കൊന്നും നമുക്ക് എൻട്രി തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ ഒരു മ്യൂസിയം പോലെയുണ്ട്. മ്യൂസിയം ഷോപ്പാണ്. ഇതിൻ്റെ അകത്ത് ഷോപ്പാണ്. പാലസ് ഞങ്ങൾ ആദ്യം കയറിയതല്ല. ഈ പാലസ് കൊള്ളാം. റോയൽ ഫോൾസ്, ഷാൻഡിലിയേഴ്സ് എന്തോരാന്നൊക്കെ. ഇതൊക്കെ ഈ എല്ലാ പാലസിലും ഇവരിങ്ങനെ കണ്ടിന്യൂസ് റീവർക്കും മെയിൻ്റെനൻസും ചെയ്തുകൊണ്ടിരിക്കും. കുറേ ഹിസ്റ്ററി. മിർ ബറാക്കത്ത് അലി ഖാൻ, മുക്കറം ജാ ബഹാദൂർ, അസഫ് ജാ 8. ഇവിടെയും കുറേ പണ്ടത്തെ ഫോട്ടോഗ്രാഫ്സ്. അത് ലഞ്ച് കഴിക്കാനായിട്ടൊരു ഒത്തൻറ്റിക് ഹൈദരാബാദ് റെസ്റ്റോറൻറ്റ്. മഴയുണ്ട്, വന്നോളാൻ. ഞങ്ങൾ ഹൈദരാബാദ് താലി മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ താലി വന്നു. നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് എത്തി. ഞങ്ങളിപ്പോൾ
BM ബിർള സയൻസ് മ്യൂസിയത്തിൽ വന്നേക്കാണ്. ഇവിടെ തന്നെ ഡോൾ മ്യൂസിയം ഉണ്ട്, പ്ലാനറ്റേറിയം ഉണ്ട്, അങ്ങനെ കുറേ പല ടൈപ്പ് മ്യൂസിയങ്ങളുണ്ട്. മഴയുണ്ട് ഇപ്പോൾ എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. 6 മണിക്ക് ഒരു ഷോ ഉണ്ട് പ്ലാനറ്റേറിയത്തിൻ്റെ. അപ്പോൾ അതിന് വന്നേക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. പക്ഷെ നേരത്തെ എത്തിപ്പോൾ ഇവിടെ. അങ്ങനെ 2 ദിവസത്തെ ഞങ്ങളുടെ ഹൈദരാബാദ് ട്രിപ്പ് ഇത് അവസാനിക്കുകയാണ്. ഇനി രാമോജി വ്ളോഗും സൗത്ത് ഇന്ത്യ റോഡ് ട്രിപ്പ് പാർട്ട് 4 വ്ളോഗും വരാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.